ഈ വൃത്തികെട്ട തെമ്മാടി കൂട്ടങ്ങളെ ചാനലിലെ ചർച്ചയിൽ കൊണ്ടേ ഇരുത്തിയിട്ട് ന്യായീകരിപ്പിക്കാൻ ഉളുപ്പുണ്ടാ ചാനലിലെ മാപ്പിളയുടെ നിങ്ങൾക്ക്? എന്ത് ഉത്തരവാദിത്തത്തിനുള്ള ഈ തെമ്മാടി പാർട്ടി, ഈ തെമ്മാടി സംഘടന നേതാക്കളല്ല, അതിന് ക്രിമിനൽ മെന്റാലിറ്റിയാണ്. അവറ്റകളെ കൊണ്ടേ ഇരുത്തിയിട്ട് പിന്നെ ഇങ്ങനെ എന്താ പറയാ ന്യായീകരിക്കാൻ അവസരം കൊടുക്കുന്നു. കോട്ടയത്ത് ഒരു വിദ്യാർത്ഥി ICS നാണിപ്പിക്കുന്ന വിധത്തിലുള്ള എന്താ പറയുക ക്രൈം ചെയ്തു വെച്ച നാണം കെട്ട അതിന്റെ പ്രത്യശാസ്ത്രത്തിന്റെ കുറെ കുണാണ്ടന്മാരെ കൊണ്ടേ അങ്ങ് ഇരുത്തുക. ആദ്യം വേണ്ടത് ഈ നശിച്ച പ്രത്യശാസ്ത്രത്തെ നിരോധിക്കുക വേണ്ടത്. ഈ തെമ്മാടിക്കൂട്ടങ്ങൾ ഒരു കാലഘട്ടത്തിലും നന്നാവത്തില്ല. മില്യൺ കണക്കിന് മനുഷ്യങ്ങളെ കൊന്നു തള്ളിയ ഒരു നശിച്ച പ്രത്യശാസ്ത്രമാണ് എന്ന് ആർക്കാ ഇവിടെ അറിയാത്തത്? അവരുടെ ഭാഗത്തുനിന്ന് മനുഷ്യത്വപരമായിട്ട് എന്തെങ്കിലും ഉണ്ടാവുമോ? ലോകം മുഴുവനുമുള്ള ആൾക്കാർക്ക് വിവരം വെച്ചിട്ടും, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഉത്തരേന്ത്യ സ്റ്റേറ്റിലുള്ളവർക്ക് വിവരം വെച്ചിട്ട് അവിടെയുള്ള ഈ നശിച്ച പ്രത്യശാസ്ത്രത്തെ അടിച്ചു വെളിയിൽ കളഞ്ഞിട്ടും ഈ കേരളത്തിൽ വലിയ സാക്ഷരതയിലോ 1-ാം നമ്പർ നിൽക്കുന്ന സ്റ്റേറ്റാണ് ബുദ്ധിമാന്മാരാന്നും പറഞ്ഞിട്ട് ഈ പ്രത്യശാസ്ത്രത്തെ പേറി നടക്കുന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ എന്താ പറയുക അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഇതൊന്നുകൊണ്ട് അവസാനിച്ചോ? മാസങ്ങൾക്ക് മുമ്പ്, ഒരു വർഷങ്ങൾക്ക് മുമ്പേ ഇതേ വയനാട് ഒരു കോളേജിനകത്ത് സിദ്ധാർത്ഥ എന്ന് പറയുന്ന ഒരു കൊച്ചു പയ്യന് ഈ തെമ്മാടിക്കൂട്ടങ്ങൾ പട്ടിണിക്കിട്ടിട്ട് കൊന്നു തള്ളിയില്ലേ? അന്ന് വലിയ രോദനവും ഞെട്ടി വിറച്ചു എന്നൊക്കെ നിങ്ങൾ ആഘോഷിച്ചില്ലേ? ആ തെമ്മാടികൾക്ക് നമ്മുടെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ ഇപ്പം എന്താ പറയുന്നത്, പരോൾ അനുഭവിച്ച് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് അവസരം ഉണ്ടാക്കി കൊടുത്തില്ലേ? ഈ തെമ്മാടികളൊക്കെ പരീക്ഷ എഴുതി വിജയിച്ചിട്ട് എന്ത് മെസ്സേജായി സമൂഹത്തിന് കൊടുക്കാൻ, എന്ത് നന്മയായി ഇവറ്റകൾ ചെയ്യുക? അത് പറ. നിങ്ങൾ നോക്കൂ, ഈ നാണം കെട്ട പ്രതിഷാധത്തിന്റെ വലിയ നേതാക്കന്മാർ കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു ഫാസിസത്തെ എതിർക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ട ചില ആൾക്കാർ മതനിരപേക്ഷത ഉയർത്തപ്പെടുന്ന പ്രസ്ഥാനത്തിന് വോട്ട് ചെയ്തു എന്നുള്ളത് കൊണ്ട് ഈ നാട് മുഴുവൻ ഈ ആ നശിച്ച പ്രത്യശാസ്ത്രത്തിന്റെ ആൾക്കാർ മയക്ക് കെട്ടി പ്രസംഗിച്ച് ഇവിടെ വീരവാദം, ഇത് ഇന്ന ബാക്കി വർഗീയവാദമാണ്, പിന്നെ ജമാഅത്ത് തീവ്രവാദിയാണെന്നൊക്കെ നാണം കെട്ടവരെ പ്രസംഗിച്ച് നടന്നില്ലേ? ഇന്നിപ്പോ ചെയ്തു വെച്ച ഈ തെമ്മാടിത്തരം ജമാഅത്ത് ഇസ്ലാമിന്റെ ഏതെങ്കിലും പ്രവർത്തകരാണോ? അല്ലെങ്കിൽ നിങ്ങൾ ഈ വർഗീയവാദികൾ എന്ന് പറഞ്ഞ STPയുടെ ഏതെങ്കിലും പ്രവർത്തകരാണോ? അതെയോ? നാണം കെട്ടവരെ നിന്റെ നശിച്ച പ്രത്യശാസ്ത്രത്തിൽ വിശ്വസിച്ച് എന്നുള്ളത് കൊണ്ട് ക്രൈം മെന്റാലിറ്റി ഉണ്ടാക്കി കഞ്ചാവും മറ്റെന്താ പറയുക ലഹരി വസ്തുക്കളും ഉപയോഗിച്ചിട്ട് പോയിട്ട് ചെയ്തതാ. എന്തുകൊണ്ടാണ് ചെയ്തതാ? ഈ പെരിയുന്ന ഈ നശിച്ച പ്രത്യശാസ്ത്രം ഉണ്ടാകും, ഇവരെയൊക്കെ സംരക്ഷിക്കാനുള്ള ഒരു ബോധം ഉണ്ടായതുകൊണ്ടാ. ആ ബോധം ഉണ്ടാക്കിയെടുക്കുന്നതാരാ? ഇവറ്റകളാ. അതുകൊണ്ട് ഒരു മക്കളുടെ രക്ഷിതാക്കന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏത് പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചാലും, ഏത് സംഘടനയിൽ പ്രവർത്തിച്ചാലും ഈ മനുഷ്യത്വമില്ലാത്ത ഈ നരാധ എന്റെ പ്രസ്ഥാനത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനെ തടയിടണം. നിങ്ങൾ നോക്കൂ, ഒരു പച്ച മനുഷ്യനാ ഇവർ 5-10 തെമ്മാടികൾ അങ്ങ് കൊണ്ടുപോയി കിടത്തിയിട്ട് ആ വീഡിയോ ഫുള്ളായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കാരണം ഞാനും ഒരു രക്ഷിതാവാ, എനിക്കത് പൂർണ്ണമായിട്ട് കണ്ടു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്തരം ഹൃദയ വേദനയാ അത് കാണുമ്പോ. ഒരു മനുഷ്യനാ കെട്ടിയിട്ടിട്ട് കോമ്പസ് കൊണ്ട് കുത്തിയിട്ട് അതിൽ ലോഷൻ ഒഴിച്ചിട്ട് അതിലാനന്ദം കണ്ടെത്തുക. ചെറ്റകള്, ലോകത്തെ ഏറ്റവും വലിയ ഭീകരവാദികളും ക്രൈമും ഒക്കെ ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾ പ്രസംഗിച്ച ICS അല്ലെങ്കിൽ താലിബാൻ അങ്ങനെയൊക്കെയല്ലേ പറഞ്ഞു വെക്കുന്നത്? അവർ പോലും ചെയ്യത്തില്ല ചെറ്റകള്. ഇതുപോലുള്ള ഈ നാണം കെട്ടവരൊക്കെ എന്താ പറയുക, നിയമത്തിനല്ല വിട്ടുകൊടുക്കേണ്ടത്. ആ തമ്മാരിയുള്ള കഞ്ചാവടിന്റെ മുഖം കണ്ട മനസ്സിലാവും ഇവൻ വെറും ഫ്രോഡ് എന്നുള്ള കാര്യം. സമൂഹം രാഷ്ട്രീയത്തിന് അപ്പുറത്ത് നിന്നുകൊണ്ട് ചിന്തിച്ചിട്ട് അവനെയൊക്കെ കഴുത്തിന് കുത്തിപ്പിടിച്ച് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ബസ് സ്റ്റാൻഡിൽ മരത്തിൽ കിടത്തിയിട്ട് എങ്ങനെയാണ് മറ്റേ കൊച്ചിനെ ചെയ്തത് അതുപോലെ ചെയ്യണം. ഇവന്റെയൊക്കെ ദേഹത്ത് ഇവന്റെയൊക്കെ മറ്റേ എന്താ കിടുക്കാമണി പിടിച്ചിട്ട് സൂചി കൊണ്ട് കുത്തുക, എന്നിട്ട് കൈ കെട്ടിയിടുക, എന്നിട്ട് 100 ആ ചുണ്ണാമ്പ് അതടിച്ചങ്ങ് വിടുക, എന്നിട്ട് അവനും അത് ആ വേദന അറിയട്ടെ. അല്ലാതെ ഇനി നിയമമുണ്ട് അങ്ങ് പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 ദിവസം റോൾ ഉണ്ടാക്കും. 4-ാമത്തെ ദിവസം ഈ ചട്ടടിയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഈ കൊണക്കുന്ന പ്രസ്ഥാനത്തിന്റെ ആൾക്കാർ വരും വരിയായിട്ട് ചാനൽ ചേരി ന്യായീകരിക്കാൻ വേണ്ടി. ഇപ്പം തന്നെ ക്യാപ്സ്യൂൾ ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് രാവിലെ. അത് KSFIയുമായിട്ട് ഒരു ബന്ധമില്ല. ഈ SFI അങ്ങ് ഒതുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന കള്ളക്കഥകളാണ്. അത് അവിടെ ക്യാമ്പസിനകത്ത് SFIക്ക് യൂണിറ്റ് ഇല്ല, അത് ഇന്നതിൽ പെട്ടതല്ല എന്നൊക്കെ നാണവും മാനവും ഇല്ലാതെ ക്യാപ്സ്യൂൾ ഇറക്കിയിട്ടുണ്ട് ഈ നാറികൾ. മനസ്സിലാക്കുക, ഇത് രാജ്യത്തിന് സമൂഹത്തിന് ബാധ്യത. ഈ നാണം കെട്ട പ്രസ്ഥാനം സർവത്ര മേഖല കട്ടിമുടിച്ച് നക്കുന്ന ഒരു കൂട്ടർ അങ്ങനെ
എന്നാൽ ഇതൊക്കെ കട്ടോട്ടെ മുക്കിക്കോട്ടെ. പക്ഷെ ഇവിടെ ക്യാമ്പസിനകത്ത് ഒരുപാട് പ്രതീക്ഷയുണ്ട്. പറഞ്ഞേക്കുന്ന രക്ഷിതാക്കന്മാരുടെ സമാധാനമായിട്ട് എന്താ പറയുക പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് അവിടെയും ഈ തെമ്മാടികളെ കൊണ്ട് രക്ഷയില്ല. എന്നിട്ടും പറയൂ യഥജവച്ച ജനപക്ഷ ഹൃദയപക്ഷ മനുഷ്യന്റെ വിഷയങ്ങൾ അറിഞ്ഞിട്ട് പ്രവർത്തിക്കുന്ന ഉണ്ടാക്കുന്ന പോലും ഇവനെയൊക്കെ ചാനൽ ചർച്ചയിൽ കയറ്റി ഇരുത്തിയിട്ട് ജനങ്ങളെ മുഖത്ത് നോക്കി കുഞ്ഞണം കുത്തുന്നതിന് തുപ്പ് നൽസമാണോ നിങ്ങൾക്ക് മാറ്റാരെങ്കിലും വിളിക്കും നിങ്ങൾ? എന്നിട്ട് അതിനൊക്കെ ന്യായീകരിക്കാനും ഇതാക്കാനും ഇനിയിപ്പം പറയൂ ഞങ്ങൾ പൊച്ചാക്കി ഞങ്ങൾ കുറ്റാക്കി എന്ന് പറയുമ്പോ നീ പൊച്ചാക്കി പോലെ അകത്താക്കി പോലും ഇവിടെ ആർക്ക് പ്രശ്നം? പക്ഷെ ഒറ്റ കാര്യം പറയാ, രാഷ്ട്രീയത്തിന് അപ്പുറത്ത് നിന്നുകൊണ്ട് ഈ വേട്ടാവളിയും ഈ തെമ്മാടിക്കൂട്ടങ്ങളെ നിലക്കുന്നിട്ട പൊതുസമൂഹം രംഗത്തിറങ്ങണം. അല്ലെങ്കിൽ ഇതെന്താ നാളെ നിങ്ങൾക്ക് സംഭവിക്കാം. ഇപ്പൊ ഓരോരാൾ വിചാരിക്കൂ എനിക്കത് സംഭവിച്ചില്ല, എന്റെ മക്കൾക്കത് സംഭവിച്ചിട്ടില്ലല്ലോ. ആ സംഭവിച്ച അച്ഛന്റെയും അമ്മന്റെയും വികാരം നിങ്ങളൊന്ന് മനസ്സിലാക്കിയേ. ഞാൻ പറഞ്ഞല്ലോ 3 മാസം മുമ്പ് കൊന്നു തന്നെ സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മന്റെയും വികാരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാണോ? ഇനിയിപ്പോ ഇവനെയൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്താൽ പറയും അത് കൊച്ചുങ്ങളല്ലേ, അത് വിദ്യാർത്ഥികളല്ലേ, അത് മനസാന്തരപ്പെടട്ടെ എന്നൊക്കെ ഒരു ഗീർവാണത്തിന്റെ ഒരു ഇത് വരും. എന്താ ഈ നഷ്ടപ്പെട്ടു പോയ കുടുംബത്തിന്റെ മാനസാന്തരം വരണ്ടേ? അവർക്ക് നീതി വേണ്ടേ? അവരെ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടേണ്ടതാണോ? ഇതുപോലത്തെ എന്താ ഞാൻ പറയാ, അല്ലെങ്കിൽ ഏതെങ്കിലും ഉത്തരേന്ത്യ സ്റ്റേറ്റിനകത്ത് ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിനകത്ത് അതിനകത്ത് കൊല്ലിപ്പോയവിടെ ഇവിടെ കുറെ സാംസ്കാരിക നായകന്മാരും മറ്റേ കുറെ വേട്ടാവളിയന്മാരും വന്നിട്ട് അവിടെ അങ്ങനെ ഇവിടെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് താത്വികാവലോകനൊക്കെ ചെയ്യും. ഇപ്പൊ സ്വന്തം സ്റ്റേറ്റിനകത്ത് നടക്കുമ്പോ ഓരോരുത്തർക്കും വേണ്ട, വേദി വിടണ്ട, പ്രതിഷേധിക്കണ്ട. ആരാന്റെ മക്കളല്ലേ അല്ലേ? ഈ ഇതുപോലത്തെ ഒരു വർഗങ്ങൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കണ്ടപ്പോൾ പറഞ്ഞു പോയതാ. ഒരു രക്ഷതാവിന്റെ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് കേട്ടോ. എന്നിട്ട് അതിന് ന്യായീകരിക്കാൻ വേണ്ടി കുറെ വേട്ടാവളിയന്മാർ ഇനി വരിക. ഇപ്പം ക്യാപ്സ്യൂൾ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. നാണവും മാനവും ഇല്ലാത്ത വർഗങ്ങൾ. അതും മാത്രമല്ല, ഇതിനെ നിങ്ങൾ ചിന്തിക്കണം, എത്ര പേര് ഈ നശിച്ച പ്രത്യശാസ്ത്രമുള്ളത് കൊണ്ട് എത്ര കുടുംബങ്ങൾ അനാഥമാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ ഷുഹൈബ്, അതുപോലെ ശരത്ലാൽ, കൃപേഷ്, ഇവരൊക്കെ എന്ത് ക്രൈം ചെയ്തിട്ടാ അത് കൊന്നു തള്ളിയത് എങ്ങനെയാണെന്നറിയോ? താലിബാനത്തിന് നാണിപ്പിക്കുന്ന വിധത്തിൽ വെട്ടി വെട്ടി ആസ്വദിക്കുക ആ TP ചന്ദ്രശേഖരനെ നോക്ക് നിങ്ങൾ. എന്നിട്ടും ഈ നശിച്ച പാർട്ടിക്കൊക്കെ വോട്ട് ചെയ്യാൻ കേരളത്തിൽ ആളുണ്ടല്ലോ. ഇനി കേരളം അങ്ങ് ഉണ്ടാക്കിയ സ്ഥലം നിന്ന് സ്വയം പ്രഖ്യാപിത രാജാവാവണ്ട. ഈ 27 സ്റ്റേറ്റിനകത്ത് ഇത്രയും വൃത്തികെട്ട സ്റ്റേറ്റായി കേരളം മാറി എന്നൊരു റിയാലിറ്റിയാ. ഒരു ദിവസം പോലും പത്രമാധ്യമങ്ങൾക്ക് നല്ലൊരു വാർത്ത കൊടുക്കാൻ കഴിയുന്നില്ല. മനസ്സിലായോ? ഓരോ ദിവസം എടുത്ത് നോക്കിക്കോ നിങ്ങൾ. വെറും പീഡനങ്ങൾ, വെട്ടിക്കൊന്ന്, അച്ഛൻ മകനെ കൊന്ന്, അമ്മ പിന്നെ അമ്മയെ ബലാത്സംഗം ചെയ്തു, പോലെ ഉമ്മയെ ബലാത്സംഗം ചെയ്തു. ഇങ്ങനെയില്ലാതെ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നടക്കുന്നുണ്ടോ? എന്നിട്ടും പറയൂ ക്രമസമാധാന പാലനത്തിൽ കേരളത്തിൽ 1ാം നമ്പർ സ്ഥാനം കിട്ടി പോലും. ഇവറ്റകൾ അടിച്ചിറക്കി. എന്റെ 1ാം സ്ഥാനം എന്റെ സ്ഥാനമല്ലടോ പെട്ടത്. ഇവിടെ എന്റെ സ്ഥാനം എന്റെ പൊയിഞ്ഞിട്ടുന്നല്ല ഞാൻ വിലട്ടിട്ട് ബുക്കിലെഴുതിയൊക്കെ. ഇവിടെ ജനങ്ങൾ നേരിട്ട് കാണുന്ന വിഷയങ്ങളില്ലേ? ഇല്ലേ? ഇവിടെ ജീവിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടോ ഈ നാവിക ഭരണകൂടം വന്നതിന് ശേഷം? അറിയോ? ഇവനിക്കൊക്കെ സംരക്ഷണം ഒരുക്കാൻ വേണ്ടി ഇവിടെ പോലീസും പട്ടാളവും മിലിറ്ററിയൊക്കെ ഇവന്റെ പുറകിൽ കൂട്ടി നടക്കുന്നുണ്ടല്ലോ. എന്താ ഇവരെ ഈ ഭരണകർത്താക്കന്മാരുടെ ജീവൻ മാത്രമേ സുരക്ഷ വേണ്ടൂ? നാണം കെട്ട വർഗങ്ങൾ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഓക്കെ.